2025 ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ നാടുകടത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം പറയുക അമേരിക്ക എന്നായിരിക്കും. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പിടിമുറുക്കിയതോടെ അമേരിക്കയിൽ നിന്നുള്ള നാടുകടത്തൽ വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അമേരിക്കയേക്കാൾ 3 ഇരട്ടിയിലധികം ഇന്ത്യക്കാരെ പുറത്താക്കി മറ്റൊരു രാജ്യം ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഏതാണ് ആ രാജ്യം? എന്താണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ? നോക്കാം. വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ സമർപ്പിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2025 ലോകമെമ്പാടുമുള്ള 81 രാജ്യങ്ങളിൽ നിന്നായി 24,600-ലധികം ഇന്ത്യക്കാരാണ് നാടുകടത്തപ്പെട്ടത്. ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. ഈ വർഷം മാത്രം 11,000-ലധികം ഇന്ത്യക്കാരെയാണ് സൗദി തിരിച്ചയച്ചത്. താരതമ്യം ചെയ്താൽ ഈ വർഷം അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ടത് വെറും 3,800 ഇന്ത്യക്കാർ മാത്രമാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെങ്കിലും സൗദിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. സൗദി അറേബ്യ കഴിഞ്ഞാൽ പിന്നെ മ്യാൻമർ, മലേഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് പട്ടികയിൽ മുന്നിലുള്ളത്. വിദ്യാർത്ഥികളുടെ കാര്യമെടുത്താൽ ഏറ്റവും കൂടുതൽ നാടുകടത്തൽ നടന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ്, UK-യിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്. ഏകദേശം 170 കേസുകൾ. ഓസ്ട്രേലിയയും റഷ്യയും ഇതിന് തൊട്ടു പിന്നാലെയുണ്ട്. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇത്രയധികം ഇന്ത്യക്കാർ പുറത്താക്കപ്പെടുന്നത്? ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. വിസ കാലാവധി കഴിഞ്ഞുള്ള താമസം, മതിയായ പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യൽ, തൊഴിൽ നിയമങ്ങളുടെ ലംഘനം, സിവിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നത് എന്നിവയാണ് പ്രധാന കാരണങ്ങളായി പറയുന്നത്. തൊഴിൽ തേടിപ്പോകുന്ന താഴ്ന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഏജന്റുമാരുടെ ചതിയിൽപ്പെടുന്നതും പ്രാദേശിക നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഒക്കെ തന്നെ ഇവർക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. പലരും അധിക വരുമാനത്തിനായി പാർട്ട് ടൈം ജോലികളിലും മറ്റും ഏർപ്പെടുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് നാടുകടത്തലിലേക്ക് നയിക്കപ്പെടുന്നുമുണ്ട്. അതേസമയം അമേരിക്കയിലേക്കുള്ള നിയമപരമായ കുടിയേറ്റത്തിന് പോലും ഇപ്പോൾ വലിയ കടമ്പകളാണ് നേരിടേണ്ടി വരുന്നത്. ടെക്കികൾക്കുള്ള വിസയായ H1B വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഓൺലൈൻ ഇടപാടുകളും ഒക്കെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വിസ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിസ അഭിമുഖങ്ങൾ അമേരിക്ക റദ്ദാക്കുകയോ മാസങ്ങളോളം നീട്ടിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. മെയ് മാസം വരെ ഈ ഒരു കാലതാമസം നീളുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിഷയം ഇന്ത്യ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും അമേരിക്കൻ അധികൃതരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ചുരുക്കത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്ക് മാത്രമല്ല, രേഖകളിൽ ചെറിയ പിഴവുകൾ വരുത്തുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഓരോ രാജ്യത്തെയും നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്നത് പ്രവാസികൾക്ക് ഇപ്പോൾ പണ്ടത്തെക്കാൾ അനിവാര്യമായിരിക്കുന്നു. നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രം കുടിയേറ്റം നടത്തുക, വിസ നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.